ഈ അടുത്തൊരു ദിവസം ഒരു ക്ലയൻ്റ് എന്നെ കാണാൻ വന്നിരുന്നു. ഈ ക്ലയൻ്റ് കണ്ട രൂപം ഡ്രീംസാണ്. ഡ്രീംസ് എന്ന് പറഞ്ഞാൽ സ്വപ്നമാണ്. രാത്രി ഈ സ്വപ്നത്തിൽ ഈ കുട്ടി കാണുന്ന ഒരു വൈൻ പാത്രമായിട്ട് ഒരാൾ അടുത്ത് വന്ന് നിൽക്കണമായിട്ടാണ് കാണുന്നത് ഈ സ്വപ്നത്തിൽ. ഒരു 2 ദിവസം കഴിഞ്ഞ് നോക്കിയപ്പോൾ ഈ ഇടിമിന്നലിൽ കൂടി, പുറത്തെ ഇടിമിന്നലിൽ കൂടി ഈ കുട്ടി ഈ രൂപം കാണുകയാണ്. ഈ രൂപം കണ്ടിട്ട് ഈ കുട്ടിയെ ജനലിൻ്റെ വാതിൽക്ക് വന്ന് കൈ കാട്ടി വിളിക്കണമായിട്ടാണ് ഈ കുട്ടിയുടെ കാണുന്നത്. ഈ കുട്ടി അത് കഴിഞ്ഞിട്ട് 2-3 ദിവസം കഴിഞ്ഞിട്ടും പിന്നെ ഈ കുട്ടി വേറെ സ്ഥലത്തേക്ക് പോയി, ജോലിക്ക് വേണ്ടിയിട്ട് പോയി. ജോലിക്ക് പോയിട്ടും ആ സ്ഥലത്തും ഈ രൂപം വന്ന് വിളിക്കണു, രൂപം കൈ കാട്ടി വിളിക്കണു, രൂപം കൈയടിച്ച് വിളിക്കണു. അങ്ങനെയായിട്ടാണ് ഈ കുട്ടി കണ്ടുകൊണ്ടിരിക്കണേ. അങ്ങനെ കണ്ട് ഈ കുട്ടി ജോലിക്ക് പോയ സ്ഥലത്ത് ഈ കുട്ടി അറിയാൻ പാടില്ലാത്ത വഴിയിൽ കൂടിയാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ കുറേ സ്ഥലത്തേക്ക് ഇങ്ങനെ സഞ്ചാരം കഴിയുമ്പോൾ ഈ കുട്ടി ചിന്തിച്ചപ്പോൾ അറിയണേ ഈ കുട്ടിക്ക് ഈ സ്ഥലം അറിഞ്ഞൂടാ, ഒന്നും അറിഞ്ഞൂടാ. ആ പോയ സ്ഥലത്തേക്കൊന്നും ഈ കുട്ടി നേരത്തെ എന്തോ പോയ തോന്നലാണ് ഈ കുട്ടിക്ക് തന്നെ. അപ്പോഴും ഈ കുട്ടി കണ്ട രൂപം അപ്പോഴും അവിടെ കണ്ടുകൊണ്ടിരിക്കുകയാണ്, ആ വഴിയിലും കണ്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയായിട്ടാണ് എന്നെ കാണാൻ വന്നത്. ഈ കുട്ടി 2-3 തവണ ഇവിടെ കാണാൻ വരികയുണ്ടായി. കാണാൻ വന്നിട്ടാണ് ആ കുട്ടിയുടെ ഇത് മാറിയത്. ആ കുട്ടിക്ക് ഈ അടുത്ത് ആൾ വന്ന് നിൽക്കണു, അടുത്ത ആൾ വന്നിരിക്കണു എന്നുള്ള തോന്നലിലാണ് ഈ കുട്ടിക്ക് ഇത് വന്നത്. അത് മനസ്സിൻ്റെ ഒരു സങ്കല്പങ്ങളാണ്, തോന്നലാണ്. പണ്ടെങ്ങോ ആരോ മരിച്ച രൂപമായിരിക്കും ഈ കുട്ടി കാണുന്നത്, ദുർമരണം അടഞ്ഞത്. ദുർമരണം അടഞ്ഞ ആത്മാവ് എപ്പോഴും അങ്ങനത്തെ രൂപത്തിൽ വരണു പലവരുടെ അടുത്ത്. കുട്ടി അത് അങ്ങനെ മനസ്സിൽ വിചാരിച്ച സങ്കല്പങ്ങളും ഇതുമാണ് ആ കുട്ടി ആ രൂപം അതേപോലെ തന്നെ വാർത്ത ആ മനസ്സിൽ പ്രതീക്ഷിച്ചേക്കണേ. അതാണ് ഈ കുട്ടി എപ്പോഴും കണ്ടുകൊണ്ടിരിക്കണേ. കുട്ടി എല്ലാം അസുഖങ്ങളും മാറി 2-3 തവണ കൗൺസിലിംഗ് ചെയ്തപ്പോൾ ആ കുട്ടിയുടെ ഈ അസുഖം മാറി പോവുക ഉണ്ടായി.